ഫുട്ബോൾ ചരിത്രത്തിൽ നിന്ന് ഒരു കലണ്ടർ വർഷം കൂടി കൊഴിഞ്ഞു പോവുകയാണ്. മറക്കാനാവാത്ത നിരവധി നിമിഷങ്ങൾ സമ്മാനിച്ചാണ് 2024 കടന്നു പോകുന്നത്. സ്പെയിൻ ഒരിക്കൽ കൂടി യൂറോ കപ്പ് കിരീടത്തിൽ മുത്തമിട്ട വർഷമാണ് 2024. സ്പെയിൻ്റെ 4ാം കിരീട നേട്ടം. തുടരെ 2ാം തവണയും ഇംഗ്ലണ്ട് യൂറോയുടെ ഫൈനലിൽ തോൽവി വഴങ്ങി. 2-1 സ്പെയിൻ്റെ കിരീടധാരണം. റോഡ്രിയും ലാമിൻ യമാലും നിക്കോ വില്യംസും അടങ്ങിയ സ്പാനിഷ് സംഘം ടൂർണമെന്റിലുടനീളം മിന്നും ഫോമിൽ പന്ത് തട്ടി. ലാമിൻ യമാൽ എന്ന താരോദയത്തിനും ജർമ്മൻ വേദിയായ യൂറോ കപ്പ് സാക്ഷിയായി. അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയതും 2024 ശ്രദ്ധേയമാക്കി. ഫൈനലിൽ കൊളംബിയയെ വീഴ്ത്തിയാണ് മെസ്സിയും സംഘവും കിരീട നേട്ടം ആവർത്തിച്ചത്. തുടരെ 4 അന്താരാഷ്ട്ര കിരീടങ്ങളാണ് അർജന്റീന സ്വന്തമാക്കിയത്. അധിക സമയത്തേക്ക് നീണ്ട ഫൈനലിൽ 1-0 വിജയിച്ചാണ് അർജന്റീന കിരീടം നിലനിർത്തിയത്. അർജന്റീനയുടെ കിരീട വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച ഏഞ്ചൽ ഡി മരിയ തന്നെ അന്താരാഷ്ട്ര കരിയറിന് വിരാമമിട്ടതും 2024 കണ്ടു. ഇറ്റാലിയൻ സെരിയ ടീം അറ്റ്ലാന്റയുടെ യൂറോപ്പ ലീഗ് കിരീട നേട്ടം 2024 വലിയ ചർച്ചയായി. തോൽവിയറിയാതെ ജർമ്മൻ ബുണ്ടസ് ലീഗയും ജർമ്മൻ കപ്പും സ്വന്തമാക്കിയെത്തിയ ബയർ ലെവർകൂസനെയാണ് ഫൈനലിൽ അറ്റ്ലാന്റ വീഴ്ത്തിയത്. സീസണിൽ ലെവർകൂസൻ നേരിട്ട ഏക തോൽവിയാണിത്. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് അറ്റ്ലാന്റ വിജയിച്ചത്. അറ്റ്ലാന്റയുടെ 2ാമത്തെ മാത്രം കിരീടമായിരുന്നു ഇത്. സാബി അലോൻസോയുടെ പരിശീലന മികവിൽ ബയർ ലെവർകൂസൻ ബുണ്ടസ് ലീഗ കിരീടം ചരിത്രത്തിലാദ്യമായി സ്വന്തമാക്കിയതും ഫുട്ബോൾ ലോകത്തെ ശ്രദ്ധേയമായ നിമിഷമായി. ബയൺ മ്യൂണിക്കിന്റെ അപ്രമാദിത്വം തകർത്താണ് ലെവർകൂസന്റെ നേട്ടം. സീസണിൽ ഒരു മത്സരം തോൽക്കാതെ കിരീടം നേടിയതും തിളക്കമുള്ള അധ്യായമായി. ബാലൻ ഡോർ പുരസ്കാരം ഒരിക്കൽ കൂടി വിവാദങ്ങളിൽ നടന്നു. ഇത്തവണ റയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയർ പുരസ്കാരം നേടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് മിഡ്ഫീൽഡർ റോഡ്രിയാണ് പുരസ്കാരം വിജയിച്ചത്. ഇതോടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് റയൽ മാഡ്രിഡ് പുരസ്കാര ചടങ്ങ് ബഹിഷ്കരിച്ചതും ശ്രദ്ധേയമായി. ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ പുരസ്കാരം നേടിയത് വിനീഷ്യസ് ജൂനിയറാണ്. വനിതാ വിഭാഗത്തിൽ ബാലൻ ഡ്യൂറും ഫിഫ ദി ബെസ്റ്റും സ്പെയിൻ്റെ ബാഴ്സലോണ താരം ഐറ്റന ബോൺമാറ്റിക്കാണ്. 2024 മികച്ച പരിശീലകനുള്ള ബാലൻ ഡ്യൂറും ഫിഫ പുരസ്കാരവും റയൽ മാഡ്രിഡിന്റെ കാർലോ ആൻസലോട്ടിക്കാണ്. റയലിനെ ചാമ്പ്യൻസ് ലീഗ്, ലാ ലീഗ, ക്ലബ് ലോകകപ്പ് കിരീടങ്ങളിലേക്ക് നയിച്ചാണ് ആൻസലോട്ടി പുരസ്കാരം നേടിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.